കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം. പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. നമ്മൾ ഓർത്തതുപോലെ സമാഗമന കൂടാരം എന്ന അനുഗ്രഹിക്കപ്പെട്ട ആ പഠനം നമ്മൾ തുടരുകയാണ്. ചില ക്ലാസ്സുകളിലൂടെ അതിൻ്റെ ഇൻട്രഡക്ഷനും പ്രാകാരം എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളതും ആ പ്രാകാരത്തിന് ദൈവം ഉണ്ടാക്കുവാൻ കൽപ്പിച്ച വാതിലിനെ കുറിച്ചൊക്കെ നമ്മൾ ശ്രദ്ധിച്ചതുകൊണ്ട് ആ പഠനം ഞാൻ വിടുകയാണ്. ഈ പ്രാകാരം അല്ലെങ്കിൽ കോർട്ടിനകത്ത് കാണുന്ന 3 വസ്തുതകൾ ആ ഗേറ്റിലൂടെ കടന്നു വരുമ്പോൾ ആദ്യം കാണുന്നത് താമ്രയാഗപീഠം, ബ്രാസൻ ഓൾട്ടർ. അത് കഴിഞ്ഞ് സമാഗമന കൂടാരത്തിനും ഈ ബ്രാസൻ ഓൾട്ടറിനും ഇടയ്ക്ക് ഒരു പിത്തള തൊട്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതും കഴിഞ്ഞാൽ പിന്നീട് സമാഗമന കൂടാരമാണ്. അപ്പം നമ്മൾ ഓർക്കുക, ആ പ്രാകാരത്തിൽ കാണുന്ന 3 ഓബ്ജക്റ്റ് അല്ലെങ്കിൽ കോർട്ടിനകത്ത് ദൈവം പറഞ്ഞില്ലേ വേർതിരിക്കാൻ. ആ വേർതിരിച്ച ആ കോർട്ടിന് ഇവിടെ നമ്മൾ കാണുന്നുണ്ടല്ലോ, ആ വാതിലിലൂടെ അകത്ത് കയറുമ്പോൾ ആദ്യം കാണുന്നത് ബ്രാസൻ ഓൾട്ടർ അല്ലെങ്കിൽ താമ്രയാഗപീഠം. അവിടെയാണ് ഇസ്രായേൽ മക്കൾ തങ്ങളുടെ ശുശ്രൂഷകൾക്ക് കടക്കുമ്പോൾ അവരുടെ കൈകളിലും കാലുകളിലും പറ്റിയ ചെളികളൊക്കെ കഴുകണം. അത് കഴുകുവാനായിട്ട് വെച്ചിരിക്കുന്നതാണ് ലാവർ അല്ലെങ്കിൽ പിത്തള തൊട്ടി. നമ്മൾ അതിൻ്റെ വിശദമായ പഠനത്തിലേക്ക് പോയില്ല, ഉപകരണങ്ങളിലേക്ക് പോയില്ല. സമാഗമന കൂടാരം എങ്ങനെ പണിയണമെന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിൽ പഠിച്ചത് ഈ പ്രാകാരം അല്ലെങ്കിൽ അതിൻ്റെ വേർതിരിച്ചെടുക്കുന്ന സ്ഥലം എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കുകയായിരുന്നു. അതിൻ്റെ ഗേറ്റിനെ കുറിച്ചൊക്കെ പഠിച്ചു. ഈ പ്രാകാരത്തിൽ അല്ലെങ്കിൽ ഈ കോർട്ടിനകത്ത് 3ാമത്തെ വസ്തു ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുവാണ്. അതാണ് സമാഗമന കൂടാരം, ടാബർനാക്കിൾ. ദൈവം പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിപ്പാൻ നിങ്ങൾ എനിക്കൊരു ആലയം പണിയണം. മേക്ക് മീ എ സാങ്ച്വറി, ഒരു വിശുദ്ധ സ്ഥലം പണിയാനായിട്ട് ആവശ്യപ്പെട്ടു. അപ്പോൾ ആദ്യം പിത്തള തൊട്ടി, പിന്നീട് ലാവർ അല്ലെങ്കിൽ ആദ്യം താമ്രയാഗപീഠം, പിന്നീട് പിത്തള തൊട്ടി, പിന്നീട് സമാഗമന കൂടാരം. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സമാഗമന കൂടാരം എങ്ങനെ പണിതു, എങ്ങനെ അത് നിവൃത്തി എന്നുള്ളതാണ്. അത് ഉപകരണങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പുറകെ ചിന്തിക്കാം. ഇത് നമ്മൾ പ്രത്യേകം ഓർക്കുക, ഈ സമാഗമന കൂടാരം 2ആയി തിരിച്ചിട്ടുണ്ട്. വിശുദ്ധ സ്ഥലമുണ്ട്, അതിവിശുദ്ധ സ്ഥലമുണ്ട്. അതിവിശുദ്ധ സ്ഥലത്ത് പെട്ടകമുണ്ട്. ഈ പെട്ടകത്തിന്റെ മുകളിലാണ് ദൈവത്തിന്റെ ശേഖന ഗ്ലോറി ഇറങ്ങി വന്നത്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ത്രോൺ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സിംഹാസനമാണ്. ഈ ആ ചിത്രത്തെ നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. നോക്കുക, അത് നമ്മൾ കാണുന്നുണ്ട്. ആ ചിത്രം നോക്കിയാട്ടെ. ആ ചിത്രത്തിൽ അതിവിശുദ്ധ സ്ഥലം, അതിനകത്തുള്ള ഏക ഉപകരണം ഈ പെട്ടകമാണ്. ഈ അതിവിശുദ്ധ സ്ഥലം നമ്മൾ ശ്രദ്ധിച്ചാൽ അത് ഏതാണ്ട് 10 ക്യൂബിറ്റ്, 10 മുഴമുള്ള നീളവും വീതിയുമുള്ള ഒരു ക്യൂബാണ്. ഉയരവും 10 മുഴമാണ്. 10 ക്യൂബുള്ള ഒരു 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 ക്യൂബിക്കിൾ ആണ്, അല്ലെങ്കിൽ ഒരു ക്യൂബാണ് അതിവിശുദ്ധ സ്ഥലം. വിശുദ്ധ സ്ഥലം 20 മുഴം നീളവും 10 മുഴം വീതിയുമാണ്. അത് 20x10 ആണ്. എന്നാൽ അതിവിശുദ്ധ സ്ഥലം 10x10 ആണ്. എല്ലാത്തിൻ്റെ ഉയരം 10 ആണ്. അപ്പോൾ അതിവിശുദ്ധ സ്ഥലം ഒരു 10 ക്യൂബിറ്റുള്ള ഒരു ക്യൂബാണ്. അതിനകത്ത് കാണുന്നത് പെട്ടകമാണ്. ആ പെട്ടകത്തിന്റെ പുറത്താണ് ശേഖന ഗ്ലോറി പ്രത്യക്ഷപ്പെടുന്നത്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ദൈവം ഇറങ്ങി വന്ന് വസിക്കുന്നത് ആ കെരൂബുകളുടെ മധ്യത്തിലാണ്. നമ്മൾ ഓർക്കണം, അതാണ് ദൈവത്തിന്റെ സിംഹാസനം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ സമാഗമന കൂടാരം പണിതിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ഇതിൻ്റെ പലകകള് കതിരമരം കൊണ്ടുള്ള പലകളാണ്. ഞാൻ ഒന്ന് ഓടിച്ചു പറഞ്ഞിട്ട് ഒരു പ്രത്യേക വിഷയത്തിലേക്ക് ഞാൻ പോവുകയാണ്. വേറൊരു ചിത്രം ഒന്ന് എടുക്കാമോ? അത് പണിതിരിക്കുന്നത് ആ സമാഗമന കൂടാരത്തിൻ്റെതായ ചിത്രമുണ്ട്. നമുക്ക് ആ ചിത്രം ഒന്ന് നോക്കാം. സമാഗമന കൂടാരം പണിതിരിക്കുന്നത്, ദൈവത്തിന്റെ നിവാസം പണിതിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അവിടെ കതിരമരം കൊണ്ടുള്ള പലകകളാണ്. കതിരമരം കൊണ്ടുള്ള പലകകളാണ് അത് പണിയാനായിട്ട് എടുക്കുന്നത്. ആ പലകകള് ഏതളവ് വേണം എന്നൊക്കെ ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ ശ്രദ്ധേയമായൊരു കാര്യം, ഈ പലകകളെല്ലാം നിൽക്കുന്നത് വെള്ളിച്ചോട്ടിലാണ്.
സിൽവർ സോക്കറ്റിലാണ്. അതാണ് നമ്മൾ ഇന്ന് രാവിലെ പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം. നമുക്ക് ഒരു ചിത്രം കാണാൻ കഴിയുമെങ്കിൽ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യുക. പലകൾ നിൽക്കുന്നത് വെള്ളി ചുവടുകളിലാണ്. യെസ്, നമ്മൾ സമാഗമന കൂടാരം കാണുന്നു. ആ സമാഗമന കൂടാരം എങ്ങനെ പണിതുവെന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. ഇത് സമാഗമന കൂടാരത്തിന്റെ മൊത്തത്തിലുള്ള ചിത്രമാണ്. നമ്മൾ ഒരു കാര്യം ഓർക്കുക, ഈ സമാഗമന കൂടാരം ഉണ്ടാക്കുന്നത് പലകകൾ കൊണ്ടാണ്. പലകകൾ, ആ ഖദിരമര പലകൾ കൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത്. 10 മുഴം ഉയരമുള്ള പലകള്, അതിൻ്റെ വീതി 1.5 മുഴമാണ്. അതിൻ്റെ ഖനം ഏതാണ്ട് 1/2 മുഴം ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. അപ്പോൾ ഏതാണ്ട് 10 മുഴം ഉയരവും 1.5 മുഴം വീതിയുള്ള പലകളാണ് ഈ സമാഗമന കൂടാരത്തിന്റെ പണിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പലകൾ. എന്നാൽ ഈ പലകൾ എങ്ങനെയാണ് ഈ മരുഭൂമിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു കെട്ടിടം പോലെ? അതിൻ്റെ ചുവടുകളുണ്ട്. നമ്മൾ ആ ചുവടുകളെ കുറിച്ചാണ് ഇപ്പൊ ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. വേറെ ചിത്രമുണ്ടോ ആ പലകൾ കാണിക്കുന്നത്? നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ ചിത്രം, പലകളെ കാണിക്കുന്ന ചിത്രം ഇല്ലേ? ഇല്ലെങ്കിൽ വിട്, നമുക്ക് പിന്നെ നോക്കാം. എൻ്റെ കൈകളിലുണ്ട്, എനിക്ക് അതങ്ങോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിച്ചില്ല, ക്ഷമിക്കണം. ഇനിയാവും, നമുക്ക് പഠനത്തിലേക്ക് പോകാം. പലകൾ കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല. ഈ സമാഗമന കൂടാരം പണിതിരിക്കുന്നത് അതിന്റെ പലകളെ കുറിച്ചുള്ള പഠനമാണ്. നമുക്ക് പലകളുടെ ചുവടുകളെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. ഇനിയോ വിട്ടേരെ, നമുക്ക് നോക്കാം. എൻ്റെ കയ്യിൽ ചിത്രമുണ്ട്, എനിക്കത് അയച്ചു തരാൻ സാധിച്ചില്ല. ദൈവം അനുവദിച്ചാൽ ഞാൻ അയച്ചു തരാനായിട്ട് നോക്കുക. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ചിന്തിച്ച കാര്യത്തിലേക്ക് വീണ്ടും വരാം. സമാഗമന കൂടാരത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പ്രാകാരം അല്ലെങ്കിൽ ഔട്ടർ കോർട്ടിനെ കുറിച്ച് ചിന്തിച്ചു. അത് നമ്മൾ കണ്ടു. 150 മുഴം നീളവും 75 മുഴം വീതിയുമുള്ള അടി വീതിയുമുള്ള 150 അടി നീളം 75 അടി വീതിയുള്ള ഒരു പ്രത്യേക സ്ഥലം വേർതിരിച്ചെടുക്കുന്നു. അവിടെ ഒരു വാതിൽ മാത്രമേ ഉള്ളൂ. ഈ പ്രാകാരം അല്ലെങ്കിൽ ഈ കോർട്ടിനകത്ത് 3 ഓബ്ജക്ട്സ് ആണ്. ഒന്ന് നമ്മൾ കണ്ടു, അവിടെ യാഗപീഠമാണ് കയറി വരുമ്പോൾ. അത് കഴിഞ്ഞാൽ വെള്ളം വെച്ചിരിക്കുന്ന പിത്തളത്തൊട്ടിയാണ്. മൂന്നാമത് കാണുന്നത് സമാഗമന കൂടാരമാണ്. ഈ സമാഗമന കൂടാരമാണ് ദൈവം വസിക്കുന്ന ഇടം. നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. ആദ്യം അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെ പണിയുന്നു എന്ന് നോക്കാം. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഖദിരമര പലകൾ കൊണ്ടാണ് അത് നിർമ്മിക്കുന്നത്. നമ്മൾ നേരത്തെ ഞാൻ ഒന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ അതിൻ്റെ പഠനത്തിലേക്ക് പോകാം. എന്നാൽ അവിടെ പ്രാരംഭമായി പഠിക്കാൻ പോകുന്നത്, ഈ പലകള് മരുഭൂമിയിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ അതിന് നല്ല ബേസ് വേണം. ആ ബേസ് വെള്ളി കൊണ്ടുള്ള വലിയ കട്ടികളാണ്, വലിയ ബ്ലോക്കുകളാണ്, സിൽവർ ബ്ലോക്സ് ആണ്. നമുക്ക് ഒരു വേദഭാഗം എടുത്ത് വായിക്കാം. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം എടുത്താട്ടെ. അവിടെ ഞാൻ പറയുന്ന വാക്യം മാത്രം നമുക്ക് ശ്രദ്ധിക്കാം. ഇവിടെ ഞാൻ പറയാമെന്ന് നോക്കണം. സമാഗമന കൂടാരത്തിന്റെ ചുവടുകള്, അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ചില സാധനങ്ങളൊക്കെ വെള്ളി കൊണ്ടാണ്. വെള്ളി വളരെയധികം ഉപയോഗിച്ചു സമാഗമന കൂടാരത്തിന്റെ പണിക്ക്. നമ്മൾ വളരെ വ്യക്തമായി തിരുവചനത്തിൽ കാണുന്നുണ്ട്, ജനങ്ങളോട് മേടിക്കേണ്ടത് സ്വമേധയായി തരുന്നവരിൽ നിന്നാണ് ദൈവം മേടിക്കാനായിട്ട് ആവശ്യപ്പെട്ടത്. ഒരു എക്സെപ്ഷനേ ഉള്ളൂ. നമുക്കതാ നോക്കാൻ പോകുന്നത്. നോക്കുക, നമ്മൾ വായിക്കുന്നുണ്ട് പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം നോക്കിയാട്ടെ. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം. യഹോവ മോശയോട് കൽപ്പിച്ചെന്നാൽ, എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക, നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. ദൈവം സമാഗമന കൂടാരം പണിയാൻ തുടങ്ങിയപ്പോൾ ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ്, സ്വമനസ്സാലെ നല്ല മനസ്സോടെ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് കൊടുക്കുന്നവരുടെ കയ്യിൽ നിന്ന് മേടിക്കണം. എന്നിട്ട് എന്തൊക്കെ വേണമെന്ന് ദൈവം പറയുന്നുണ്ട്. അവരോട് വാങ്ങേണ്ടത് പൊന്ന്, വെള്ളി, താമ്രം, നീലതൂൽ, ധൂമ്രതൂൽ, ചുവപ്പുതൂൽ, പഞ്ഞിനൂൽ, കോലാട്ടുരോമൻ, ചുവപ്പിച്ച ആട്ടുകൂറ്റൻ, തകശുതോൽ, ഖദരമരം, ഇങ്ങനെ
സ്വമേധയായി കൊടുക്കാൻ പറയുക. 8-ാം വാക്യം നോക്കിയേ, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. നോക്കുക, വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം, ജനത്തിന്റെ കയ്യിൽ നിന്ന് സ്വമേധയായി മേടിക്കണം. എന്നാൽ ഒരു എക്സെപ്ഷൻ, അതായത് എല്ലാം സ്വമേധയായി കൊടുക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരു എക്സെപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് വെള്ളിയാണ്. വെള്ളി, ഇവിടെ വെള്ളി മേടിക്കുന്നുണ്ട്. ആ വെള്ളി എങ്ങനെയാണെന്ന് നമ്മൾ കാണാൻ പോവുകയാണ്. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം എടുത്താട്ടെ. നമ്മുടെ പഠനം അവിടോട്ട് ഇനി കേന്ദ്രീകരിക്കുകയാണ്. ഞാൻ ഓർപ്പിച്ചു, സ്വമേധയായി തരുന്നത് മേടിക്കണം. അങ്ങനെ ഫ്രീ വില്ലായിട്ട് കൊടുത്തത് കൊണ്ടാണ് സമാഗമന കൂടാരം പണിതത്. ജനങ്ങൾ ദൈവത്തെ സ്നേഹിച്ചു, അടിമ വീട്ടിൽ നിന്ന് അവർക്ക് വിടുതൽ കൊടുത്തു, ഫറവോന്റെ കയ്യിൽ നിന്ന് അവരെ വിടുവിച്ചു, ദൈവത്തിന്റെ സ്നേഹം അവർ കണ്ടു. ആ സീനായ് പർവ്വതത്തിന്റെ അടിവാരത്തിൽ ദൈവം ആവശ്യപ്പെടുന്നു, നിങ്ങൾ സ്വമേധയായി തരണമെന്ന് പറഞ്ഞപ്പോൾ ആ സ്നേഹത്തിന്റെ പുതുമയിൽ അവരെല്ലാം ദൈവത്തിന് ആവശ്യം പോലെ കൊടുക്കുകയാണ്. എന്നാൽ വെള്ളി വളരെയധികം വേണം, വെള്ളി വളരെ അധികം വേണം. ആ വെള്ളി കളക്ട് ചെയ്യുന്നത് ദൈവം ഒരു പ്രത്യേക ഒരു 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 പ്രയോഗത്തിലൂടെയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പ്രത്യേകാൽ അത് കളക്ട് ചെയ്യാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്നത് നമ്മുടെ പഠനത്തിന് വളരെ വിധേയപ്പെടുന്ന ഒരു വസ്തുതയാണ്. അത് നമുക്ക് നോക്കാം. പുറപ്പാട് ദിവസം 30-ാം അധ്യായം എടുത്താട്ടെ. അതിൻ്റെ 11 തൊട്ട് 16 വരെയുള്ള വാക്യം വായിക്കാൻ പോവുകയാണ്. പുറപ്പാട് ദിവസം 30-ാം അധ്യായത്തിന്റെ 11 തൊട്ട് 16 വരെയുള്ള വാക്യം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചെന്തെന്നാൽ, ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യേ ബാധ ഉണ്ടാകാതിരിപ്പാൻ അവരിൽ ഓരോരുത്തൻ താൻ്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏവനും വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 1/2 ശേക്കൽ കൊടുക്കണം. ശേക്കൽ എന്നത് 20 ഗേര. ആ 1/2 ശേക്കൽ യഹോവയ്ക്ക് വഴിപാടായിരിക്കണം. എണ്ണപ്പെട്ടവരുടെ കൂട്ടത്തിൽ 20 വയസ്സും അതിന് മീതെയുള്ളവരെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊടുക്കണം. നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ നിങ്ങൾ യഹോവയ്ക്ക് വഴിപാട് കൊടുക്കുമ്പോൾ ധനവാൻ 1/2 ശേക്കലിൽ അധികം കൊടുക്കരുത്, ദരിദ്രൻ കുറച്ചു കൊടുക്കുകയും അരുത്. ഈ പ്രായശ്ചിത്ത ദ്രവ്യം നീ ഇസ്രായേൽ മക്കളോട് വാങ്ങി സമാഗമന കൂടാരത്തിന്റെ ശുശ്രൂഷയ്ക്കായി കൊടുക്കണം. നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് അത് യഹോവയുടെ മുമ്പാകെ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഒരു ജ്ഞാപകമായിരിക്കണം. നമ്മൾ ഇവിടെ വ്യക്തമായി കാണുന്നുണ്ട്, ഇങ്ങനെ ശേഖരിക്കുന്ന വെള്ളി എന്ത് ചെയ്യുന്നു? അതിൻ്റെ 16-ാം വാക്യം, നീ ഇസ്രായേൽ മക്കളോട് വാങ്ങിയ സമാഗമന കൂടാരത്തിന്റെ ശുശ്രൂഷയ്ക്കായി കൊടുക്കണം. സമാഗമന കൂടാരത്തിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് അത് കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. നമുക്ക് അവിടോട്ട് നോക്കാം. നമ്മൾ കാണുന്ന ചിത്രത്തിൽ നോക്കിയാൽ അതിൻ്റെ ചുവടുകൾ കാണുന്നുണ്ട്. നമ്മൾ ഈ കാണുന്നതിനെക്കാട്ടിൽ, ചിത്രത്തിൽ കാണുന്നതിനെക്കാട്ടിലൊക്കെ വളരെ വലുപ്പമാണ്. അതിൻ്റെ മറുകരയിൽ നമ്മൾ മറുവശത്ത് കാണുന്നുണ്ട് പലകൾ. ആ പലകൾ തങ്കം പൊതിഞ്ഞതാണ്. ആ തങ്കം പൊതിഞ്ഞ പലകൾ നേരെ നിൽക്കണമെങ്കിൽ അതിന് ചുവട് വേണം. ആ ചുവടാണ് ഈ വെള്ളി കട്ടി പോലെ ബേസ് ഉണ്ടാക്കി അതിനകത്തോട്ടാണ് ഇത്, അതിൻ്റെ 2 കാലുകൾ പോലെയുണ്ട്, അത് ഇറക്കി വെക്കുന്നത്. അവിടെ ഒക്കെ നമുക്ക് പിന്നെ പഠിക്കാം. എന്നാൽ ഇവിടെ നമ്മൾ കണ്ടു, സ്വമേധയായി ദൈവം സമാഗമന കൂടാരത്തിന്റെ പണിക്ക് വേണ്ടതെല്ലാം മേടിച്ചെങ്കിലും വെള്ളി ഒരു എക്സെപ്ഷനായിട്ട് നമ്മൾ കാണുകയാണ്. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗം ശ്രദ്ധിച്ചാൽ, ജനസംഖ്യ എടുക്കുമ്പോൾ, അതായത് അവരുടെ ആളുകളെ എണ്ണുമ്പോൾ 1/2 ശേക്കൽ വെള്ളി വെച്ച് ഓരോരുത്തർക്ക് കൊടുക്കണം. ധനികൻ 1/2 ശേക്കലിൽ കൂടുതൽ കൊടുക്കരുത്, ദരിദ്രൻ 1/2 ശേക്കൽ കുറച്ചും കൊടുക്കരുത്. എല്ലാവരും ഒരുപോലെ കൊടുക്കണം. അതിന് പറയുന്നത് നിങ്ങളുടെ ജീവന് വേണ്ടിയുള്ള പ്രായശ്ചിത്തം കഴിക്കുന്ന തുകയാണിത്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ വീണ്ടെടുപ്പ് വിലയാണ്. നോക്കുക, 12-ാം വാക്യം നോക്കിയാട്ടെ. ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യേ ബാധ ഉണ്ടാകാതിരിപ്പാൻ അവരിൽ ഓരോരുത്തൻ താൻ്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, എന്തിനാണ് ഇവിടെ ബാധയുണ്ടാകുന്നത്? ജനത്തിന്റെ എണ്ണം എടുക്കുമ്പോൾ, സെൻസസ് എടുക്കുമ്പോൾ 20 വയസ്സിന് മുകളിലോട്ടുള്ളവരുടേതാണ് എണ്ണം എടുക്കുന്നത്. 20 വയസ്സിന് മുകളിലോട്ടുള്ളവർ, സൈന്യത്തിൽ ചേരുന്നവര് 20 വയസ്സിന് മുകളിലോട്ടുള്ളവരാണ്. ഇസ്രായേലിന്റെ സൈന്യത്തിന്റെ എണ്ണം എടുക്കുകയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യഹോവയുടെ സൈന്യം എന്ന് പറയുന്നത് ഇവരാണ്, ഈ 20 വയസ്സിന് മുകളിലോട്ടുള്ളവരാണ്. അവരുടെ എണ്ണം എടുക്കുമ്പോൾ ബാധയുണ്ടാകും. ബാധയുണ്ടായി നിങ്ങൾ മരിക്കാതിരിപ്പാൻ നിങ്ങൾ 1/2 ശേക്കൽ വെള്ളി കൊടുക്കണം. ഇവിടെ പ്രാരംഭമായ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ റാൻസം മണി
എന്തിനാണ് ദൈവം ഇങ്ങനെ കൽപ്പിച്ചത്? 12ാം വാക്യത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, ബാധയുണ്ടാകാതിരിക്കാൻ. അതെന്താ കാരണം? നമുക്കറിയാം, ഒരു രാജ്യത്തിന്റെ ശക്തി കണക്കാക്കുന്നത് അവരുടെ സൈന്യത്തിലാണ്. ഇന്നത്തെ കാലത്തെ യുദ്ധമല്ലല്ലോ പഴയ കാലത്ത്. പഴയ കാലത്ത് ആൾബലം, അതായത് സൈന്യത്തിന്റെ എണ്ണം കൂടുന്തോറും അവർക്ക് ശക്തി കൂടുകയാണ്. അങ്ങനെ നോക്കുക, ഒരു പ്രൈഡാണ് ഈ ഞങ്ങൾക്ക് ഇത്രയും സൈന്യമുണ്ട്, ഞങ്ങൾക്ക് ഇത്ര ലക്ഷം സൈന്യമുണ്ടെന്ന് പറയുമ്പോൾ അതൊരു പ്രൈഡാണ്, അല്ലെങ്കിൽ അവരുടെ അഹന്ത, അല്ലെങ്കിൽ അവരുടെ ജഡത്തെ പോഷിപ്പിക്കുന്ന ഒരു ചിന്തയാണ്. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് ബന്ധത്തിൽ ദൈവം അവരോട് പറഞ്ഞത് നമുക്ക് 1-2 വാക്യം ഞാനൊന്ന് നോക്കി ചൂണ്ടിക്കാണിച്ചോട്ടെ. യെശയ്യാ പ്രവചനം 31-ന്റെ 3 എടുത്താട്ടെ. യെശയ്യാ പ്രവചനം 31-ാം അധ്യായം. ദൈവം അവര് ഈജിപ്തിലോട്ട് മടങ്ങിപ്പോകരുതെന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തിനാ ഈജിപ്തിലോട്ടൊക്കെ മടങ്ങിപ്പോകരുതെന്ന് പറഞ്ഞത്? കുതിരയൊക്കെ സമ്പാദിക്കാനായിട്ട് അവിടെ പോകരുത്. നോക്കുക, യെശയ്യാ പ്രവചനം 31-ാം അധ്യായം. എന്നാൽ ദൈവത്തിന്റെ വാക്ക് അവർ കേൾക്കാതെ അവര് ഈജിപ്തിനെ ആശ്രയിച്ചു. അവിടെ കുതിരകളെ മേടിക്കാൻ പോവുകയാണ്. അവിടുത്തെ കുതിരകൾ പ്രസിദ്ധമാണ്. ആ യെശയ്യാവ് 31-ന്റെ 3-ാം വാക്യം നോക്കിയാട്ടെ. മിസ്രൈമ്യർ ദൈവങ്ങളല്ല. അവരങ്ങനെ ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ ഈജിപ്തിൽ പോയി, മിസ്രൈമിൽ പോയി. അപ്പൊ ദൈവം അവരോട് പറയുന്ന വാക്ക് നോക്കട്ടെ. വേണേ നമുക്ക് ഒന്നുകൂട്ട് വായിക്കാം. ഇസ്രായേലിന്റെ പരിശുദ്ധങ്കലേക്ക് നോക്കുകയോ യഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ സഹായത്തിനായി മിസ്രൈമിൽ ചെന്ന് കുതിരകളിൽ മനസ്സ് ഊന്നി രഥം അനവധിയായി ഉള്ളത് കൊണ്ട് അതിലും കുതിരച്ചേവകർ മഹാബലവാന്മാരെ കൊണ്ട് അവരിൽ ആശ്രയിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. ദൈവം പറയുകയാണ്, ദൈവം ഇസ്രായേലിനോട് പറഞ്ഞിരുന്നു, നിങ്ങളെ ഈജിപ്തിൽ നിന്നാണ് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നത്, നിങ്ങൾ ഇനി ഈജിപ്തിലോട്ട് പോകരുത്. എന്നാൽ ഈജിപ്തിൽ അനവധി കുതിരകളുണ്ട്, അവിടെ അനവധി രഥങ്ങളുണ്ട്. നോക്കുക, ദൈവം പറയുകയാണ്, ഈ കുതിരകളെ കണ്ട്, അവിടെയുള്ള രഥങ്ങളെ കണ്ട്, ഈ കുതിരച്ചേവകരായ ബലവാന്മാരെ കണ്ട് അവരിൽ ആശ്രയിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. ദൈവം പറയുകയാണ് അയ്യോ കഷ്ടം. എന്നിട്ട് അതിന്റെ 3-ാം വാക്യം നോക്കട്ടെ. മിസ്രൈമ്യർ ദൈവമല്ല, മനുഷ്യരത്രേ, അവരുടെ കുതിരകൾ ആത്മാവല്ല, ജഡമത്രേ. ആ വാക്ക് പ്രത്യേകം നോട്ട് ചെയ്യണേ. ആ വാക്ക് പ്രത്യേകം നോട്ട് ചെയ്യണം. ദൈവം പറയുകയാണ്, ഇങ്ങനെ മിസ്രൈമിലെ സൈന്യബലത്തിൽ, കുതിരകളിലും രഥങ്ങളിലും കുതിരയെ ഓടിക്കുന്നവരിലൊക്കെ ആശ്രയിക്കുന്നവർക്ക് അയ്യോ കഷ്ടം എന്ന് ദൈവം പറഞ്ഞിട്ട് ദൈവം പറയുകയാണ്, മിസ്രൈമ്യർ ദൈവങ്ങളല്ല, അവരുടെ കുതിരകൾ ആത്മാവല്ല, ജഡമാണെന്ന് പറയുകയാണ്. ഇനി നമുക്ക് ഇതോട് ചേർത്ത് വേറെ ഒരു വാക്യം വായിക്കാം. നമ്മള് സക്കറിയ പ്രവചനം 4-ാം അധ്യായം എടുത്താട്ടെ. ഈ വാക്യം സക്കറിയാവ് 4-3 ചേർത്തൊന്ന് വായിച്ചാട്ടെ. അതേ ദൈവം പറയുന്ന വാക്കാണ്. സക്കറിയ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. എന്നാൽ എന്നോട് ഉത്തരം പറഞ്ഞു എന്നാൽ സെരുബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാട് സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രേ എന്ന സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. സെരുബാബേലിനോട് പറയുകയാണ്, ഒരു യുദ്ധം വിജയിക്കുന്നത് സൈന്യത്താലും ശക്തിയാലുമല്ല. സൈന്യം എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ആളുകളുടെ ശക്തി, ശക്തി എന്ന് പറയുമ്പോൾ ഒരാളുടെ ശക്തി. ഈ 2 പദം വേറെ ആശയമാണ്. സൈന്യം എന്ന് പറയുമ്പോൾ എ കമ്പൈൻഡ് മൈറ്റ്, ശക്തി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ശക്തി. അപ്പോൾ ഒരു വ്യക്തിയുടെ ശക്തിയോ ഒന്നിച്ചുള്ള ശക്തിയോ അല്ല വിജയം കൊണ്ടുവരുന്നത്. സെരുബാബേലേ, പിന്നെ എന്താണ്? എൻ്റെ ആത്മാവിനാലാണ്. ദൈവം അവരോട് പറഞ്ഞത് നമ്മൾ യെശയ്യാവിൽ കണ്ടു. അവരുടെ കുതിരകളൊന്നും ആത്മാവല്ല. ഇതിന്റെ ആശയം എന്താണെന്നറിയാമോ? അവര് യഹോവയിൽ ആശ്രയിക്കാതെ, സൈന്യങ്ങളുടെ യഹോവയുടേതാണ് യുദ്ധം, യുദ്ധം എന്റേതാണ്, ഏത് യുദ്ധവും ജയിക്കുവാൻ ദൈവത്തിന്റെ സഹായം മതി. ദൈവത്തിന്റെ സഹായം ആണ് അവരെ യുദ്ധങ്ങളിൽ ജയിപ്പിക്കുന്നത്. ദൈവം അനുകൂലമായിരിക്കുമ്പോൾ യുദ്ധം അവർ ജയിക്കുന്നു. എന്നാൽ ആ ദൈവത്തിൽ ആശ്രയിക്കാതെ അവര് ലോകത്തിൽ ആശ്രയിക്കുമ്പോൾ, കുതിരയുടെ ശക്തിയിൽ ആശ്രയിക്കുമ്പോൾ, ദൈവം പറഞ്ഞ വാക്കാണ്, ആ കുതിരകളൊന്നും ആത്മാവല്ല, വിജയം വരുന്നത് എൻ്റെ ആത്മാവിനാലാണ് എന്ന് പറയുകയാണ്. നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. ഇവിടെ ജനസംഖ്യ എടുക്കുമ്പോൾ മാനുഷികമായി, ജഡികമായി ആളുകൾ അല്ലെങ്കിൽ സൈന്യത്തിന്റെ എണ്ണം നോക്കുമ്പോൾ അവർക്ക് മനസ്സിൽ അഹന്തയുണ്ടാകും, പ്രൗഢുണ്ടാകും. ദൈവത്തിൽ ആശ്രയിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് ശക്തിയുണ്ട് എന്ന് പറയുവാനായിട്ട് ഇടയായി മാറും.
നമ്മള് 2 ശമൂവേൽ 24 അധ്യായം നോക്കിക്കട്ടെ. 2 ശമൂവേൽ 24 അധ്യായം. ഈ കൽപ്പന അനുസരിക്കാതെ ഒരിക്കൽ ദാവീദ് ജനത്തിന്റെ ജനസംഖ്യ എടുത്തു. 2 ശമൂവേൽ 24 അധ്യായം. നമുക്ക് മുഴുവൻ വായിക്കണമെന്നൊന്നുമില്ല, ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. 24 അധ്യായം. അവിടെ 1-ാം വാക്യം, യഹോവയുടെ കോപം വീണ്ടും ഇസ്രായേലിന് നേരെ ജ്വലിച്ചു. നീ ചെന്ന് ഇസ്രായേലിനെയും യഹൂദയെയും എണ്ണുക എന്നിങ്ങനെ അവർക്ക് വിരോധമായി ദാവീദിന് തോന്നിച്ചു. അതിന്റെ 2-ാം വാക്യത്തിന്റെ അവസാനം, ജനത്തെ എണ്ണി ജനസംഖ്യനെ അറിയിപ്പാൻ എന്ന് കൽപ്പിച്ചു. ജനസംഖ്യ എടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അതിന്റെ 9-ാം വാക്യം, യോവാബ് ജനത്തെ എണ്ണിയതിന്റെ ആകത്തുക രാജാവിന് കൊടുത്തു. ഇസ്രായേൽ ആയുധവാണികളായ യോദ്ധാക്കൾ 8 ലക്ഷം, യഹൂദർ 5 ലക്ഷം. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇസ്രായേലിൽ ആയുധവാണികള് 8 ലക്ഷം, യഹൂദയിൽ 5 ലക്ഷം. എന്തോ സൈന്യമാ! ആ കാലത്ത് എന്തൊരു സൈന്യമാ! ഈ എണ്ണം എടുക്കുമ്പോൾ ദൈവം പറഞ്ഞിരുന്നു 1/2 ശേക്കെൽ വെള്ളി കൊടുക്കണം. ദാവീദ് കൊടുത്തില്ല. എന്തോ പറ്റി? അതിന്റെ 15-ാം വാക്യം നോക്കിയാൽ, അങ്ങനെ യഹോവ ഇസ്രായേലിൽ രാവിലെ തുടങ്ങി നിശ്ചയിച്ച അവധി വരെ മഹാമാരി അയച്ചു. ദാൻ മുതൽ ബർശേബ വരെ ജനത്തിൽ 70,000 പേർ മരിച്ചുപോയി. നിങ്ങൾ ജനസംഖ്യ എടുക്കുമ്പോൾ ബാധയുണ്ടാകാതിരിപ്പാൻ 1/2 ശേക്കെൽ വെള്ളി കൊടുക്കണം. ഈ 24-ാം അധ്യായം ദാവീദിന്റെ ജീവിതത്തിലെ വലിയൊരു പരാജയമാണ്. ദാവീദ് സൈന്യത്തിന്റെ എണ്ണം നോക്കുകയാണ്. യുദ്ധങ്ങളൊക്കെ അവസാനിച്ചു, എല്ലാം പെർഫെക്റ്റായി, ശത്രുക്കളെയൊക്കെ ഒതുക്കി താനൊരു മഹാരാജാവായി മാറിയപ്പോൾ തന്നെ മനസ്സിൽ തോന്നുകയാണ്, ജനത്തിന്റെ എണ്ണമൊക്കെ എടുക്കണം, സൈന്യത്തിന്റെ എണ്ണമൊക്കെ നോക്കണം. എണ്ണം നോക്കി, ഒരുപാടുണ്ട്. യോദ്ധാക്കൾ 8 ലക്ഷവും യഹൂദർ 5 ലക്ഷവും ഉണ്ട്. പക്ഷേ ദൈവം ബാധ അയച്ചു, 70,000 ആളുകൾ മരിക്കുകയാണ്. നമ്മുടെ വിഷയത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം. നോക്കുക, ദൈവം കൽപ്പിച്ചു ഇസ്രായേലിനോട്, നിങ്ങൾ 20 വയസ്സിന് മുകളിലോട്ടുള്ള ജനത്തിന്റെ സംഖ്യ എണ്ണുമ്പോൾ ഓരോ ജീവനു വേണ്ടി 1/2 ശേക്കെൽ വെള്ളി കൊടുക്കണം. ദൈവം എടുത്തു പറഞ്ഞു. എന്തിനാണ്? അവിടെ ഈ 12-ാം വാക്യം, ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യേ ബാധ ഉണ്ടാകാതിരിപ്പാൻ ഓരോരുത്തൻ താന്താന്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പില കൊടുക്കണം. ദൈവം അതിന് കൊടുത്ത ഒരു ഉപാധിയാണ് 1/2 ശേക്കെൽ വെള്ളി വെച്ച് വീണ്ടെടുപ്പ് വിലയായി കൊടുക്കണം. റിഡംഷൻ മണി. ഇത് ബൈബിളിലെ ഒരു മനോഹരമായ പഠനമാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, ഈ വെള്ളി എന്തിനെ കാണിക്കുകയാണ്? ഈ വെള്ളി വീണ്ടെടുപ്പിനെ കാണിക്കുകയാണ്. വെള്ളി വീണ്ടെടുപ്പിന്റെ മനോഹരമായ ചിത്രമാണ്. നമുക്കറിയാം, ഈ വെള്ളി മനോഹരമെന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ വീണ്ടെടുപ്പിന്റെ ഒരു ചിത്രമാണ്. നമ്മള് ഇവിടെ ദൈവം എടുത്തു പറഞ്ഞു, ഇതിന് പേര് കൊടുത്തു. 15-ാം വാക്യം, നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ. വീണ്ടും 16-ന്റെ അവസാനം, നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന്. പ്രായശ്ചിത്തം കഴിക്കുക, പ്രായശ്ചിത്തം. പ്രായശ്ചിത്തം, ഇതിന് പറയുന്ന പേര് 16-ാം വാക്യത്തിൽ പ്രായശ്ചിത്ത ദ്രവ്യം എന്നാണ്. 16-ാം വാക്യത്തിൽ പ്രായശ്ചിത്ത ദ്രവ്യം, റിഡംഷൻ മണി അല്ലെങ്കിൽ റാൻസം മണി, വീണ്ടെടുപ്പ് വില. മരിക്കാതിരിപ്പാൻ, ബാധയുണ്ടാകാതിരിപ്പാൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശിക്ഷ വരും. ഇത് മനോഹരമായൊരു പഠനമാ. നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിക്കുന്നതുകൊണ്ട് ഞാൻ 2-3 ഭാഗങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. നമ്മൾ ബൈബിള് പഠിക്കുമ്പോൾ അറ്റോൺമെന്റ് എന്നുള്ള വാക്കിന്റെ എബ്രായ വാക്കെന്ന് പറഞ്ഞാൽ കാഫർ എന്ന വാക്കാ. KAPHAR, കാഫർ എന്ന വാക്കിന്റെ അർത്ഥം ടു കവർ എന്നാണ്. ടു കവർ അല്ലെങ്കിൽ മറയ്ക്കുക എന്നാണ്. ആദ്യമായി ബൈബിളിൽ നമ്മളത് ശ്രദ്ധിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായമാണ്. ഞാൻ 1-2 ഭാഗം ഒന്ന് കാണിച്ചോട്ടെ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം, അതിന്റെ 14-ാം വാക്യം നോക്കിയേ. പെട്ടകം ഉണ്ടാക്കാൻ ആവശ്യപ്പെടുകയാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, നീ ഗോഫ് മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക. പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കണം.
അവിടെ അങ്ങനെയല്ല ഇംഗ്ലീഷിൽ. ഇൻ ദ ആർക്ക് ദൗ ഷാൽ പിച്ച് ഇറ്റ് വിതിൻ ആൻഡ് വിതൗട്ട് വിത്ത് പിച്ച്. നീ അകവും പുറവും കീലി തേക്കണം, കാഫർ ചെയ്യണം. എബ്രായ വാക്കിൽ എന്ന് പറഞ്ഞ എന്താ? യു കവർ ഇറ്റ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് വിത്ത് പിച്ച്. നീ അകവും പുറവും, ഈ പെട്ടകത്തിന്റെ അകവും പുറവും കവർ ചെയ്യണം, കീലി കൊണ്ട് കവർ ചെയ്യണം. എന്തിനാണ്? ന്യായവിധിയുടെ വെള്ളം അകത്ത് കയറാതിരിപ്പാൻ. ഈ 8 പേരെ പെട്ടകത്തിനകത്ത് സൂക്ഷിക്കുകയാണ്. ഞാൻ ചോദിച്ചോട്ടെ, ആ പെട്ടകം ഗോഫർ മരം കൊണ്ട് ഉണ്ടാക്കിയെങ്കിലും ഈ കീലി തേക്കാതിരുന്നാൽ ഈ വെള്ളത്തിൽ മുങ്ങിപ്പോകും ആ പെട്ടകം. എന്നാൽ ആ പെട്ടകം മുങ്ങാതിരിക്കാൻ, ന്യായവിധിയുടെ വെള്ളം കയറാതിരിപ്പാൻ അവിടെ ഒരു കവറിങ് ഉണ്ടായി. ആ കവറിങ്ങിന്റെ പേര് കാഫർ എന്നാണ്. പ്രായശ്ചിത്തം എന്നുള്ള വാക്ക് തന്നെയാണ്. അകത്തും പുറത്തും കീല് തേച്ച് കവർ ചെയ്തു. അറ്റോൺമെന്റ്, പ്രായശ്ചിത്തം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ കവർ ചെയ്യുക എന്നുള്ളതാണ്. ഇനി മറ്റൊരു ഭാഗം ഞാൻ കാണിച്ചോട്ടെ. ഉൽപ്പത്തി പുസ്തകം തന്നെ 32-ാം അധ്യായം എടുത്താട്ടെ. ഉൽപ്പത്തി പുസ്തകം 32-ാമത്തെ അധ്യായം. ഇത് വേറെ മനോഹരമായ ഒരു ചിത്രമാണ്. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളുടെ അർത്ഥം കൂടെ അത് മറ്റ് ഭാഗങ്ങളോട് ചേർത്ത് പഠിക്കുമ്പോൾ അതിന്റെ ബ്യൂട്ടി മനസ്സിലാക്കാൻ സാധിക്കും. 32-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 32-ന്റെ 20-ാമത്തെ വാക്യം. അവനോട് പറവീൻ, അതാ നിന്റെ അടിയൻ യാക്കോബ് പിന്നാലെ വരുന്നെന്ന് പറവീനെന്ന് അവൻ കൽപ്പിച്ചു. എനിക്ക് മുമ്പായി പോകുന്ന സമ്മാനം കൊണ്ട് അവനെ ശാന്തമാക്കിയിട്ട് പിന്നെ ഞാൻ അവന്റെ മുഖം കണ്ടുകൊള്ളാം. യാക്കോബ് തിരിച്ചു വരികയാണ് ഏശാവിനെ കാണാൻ. യാക്കോബ് വളരെ ഭയപ്പെട്ടു. യാക്കോബിനെ കൊന്നുകളയുമോ എന്ന് ഭയപ്പെട്ടു. യാക്കോബ് ചെയ്തതെന്താ? യാക്കോബ് തന്ത്രശാലിയായ യാക്കോബ് തനിക്ക് മുമ്പായി സമ്മാനങ്ങളെ കൊടുത്തുവിട്ടു. ആ സമ്മാനങ്ങളെ കൊണ്ട്, ഞാനത് ഇംഗ്ലീഷ് വായിക്കട്ടെ. I will appease him with his present that goes before me, and afterward I will see his face. I will appease him. I will cover his face with his present. ഞാൻ ഈ കൊടുത്തുവിടുന്ന പ്രസന്റ് കൊണ്ട് അവന്റെ മുഖത്തെ ഞാൻ മറയ്ക്കും, പിന്നെ ഞാൻ അവനെ കാണും. ഇവിടെയും പ്രായശ്ചിത്തം എന്നുള്ള വാക്കാണ് കവർ ചെയ്യുക. I will cover his face with his present. ഈ സമ്മാനം ഞാൻ അവന് കൊടുത്തു വിട്ടിട്ട് ആ സമ്മാനം കൊണ്ട് അവന്റെ മുഖം ഞാൻ മറച്ചിട്ട് ഞാൻ അവനെ കാണുമെന്ന് പറയുകയാണ്. മനോഹരമായ ഒരു ഭാഗമാണ്. എന്നെ പ്രിയപ്പെട്ടവരെ, ഇതല്ലേ 32-ാം സങ്കീർത്തനം 1-ാം വാക്യം? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ. പഴയ നിയമത്തിന്റെ ഏടുകൾ നോക്കിയേ, പാപം മറച്ച് തരുന്ന മനുഷ്യൻ. നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ വീണ്ടും നോക്കാം. സമാഗമന കൂടാരത്തോടുള്ള ബന്ധത്തിൽ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഞാൻ എന്നാൽ ഒന്ന് പറഞ്ഞു പോകാം ഈ പഠനത്തോട് ചേർത്ത്. 25-ാം അധ്യായത്തിന്റെ അതിന്റെ 17-ാം വാക്യം നോക്കിയാട്ടെ. 17-ാമത്തെ വാക്യം, തങ്കം കൊണ്ട് കൃപാസനം ഉണ്ടാക്കണം, മേഴ്സി സീറ്റ്. അതിന്റെ പേര് മേഴ്സി സീറ്റ് എന്നാണ്. അതിന്റെ നീളം ദൈവം എന്നിട്ട് പറയുകയാണ്. എന്താണ് പറയുന്നത്? എങ്ങനെ അത് ഉണ്ടാക്കണമെന്നൊക്കെ ദൈവം പറയുകയാണ്. അതിന്റെ 22-ാം വാക്യം, അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി കൃപാസനത്തിൽ നിന്ന് സാക്ഷ്യപ്പെട്ടകത്തിന്മേൽ നിൽക്കുന്ന 2 കെരൂബുകളുടെ നടുവിൽ നിന്ന് ഇസ്രായേൽ മക്കൾക്കായി ഞാൻ നിന്നോട് കൽപ്പിപ്പാനിരിക്കുന്ന സകലവും നിന്നോട് അരുളി ചെയ്യും. ഇവിടെ ഒരു കാര്യം നോക്കിയാട്ടെ. പെട്ടകം ഒരു പെട്ടിയാണ്. ഈ പെട്ടകത്തിന്റെ അടപ്പിന്റെ പേരാണ് കൃപാസനം, മേഴ്സി സീറ്റ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ കവർ ചെയ്തിരിക്കുന്ന മേഴ്സി സീറ്റിന്റെ അടിയിൽ എന്താണെന്ന്? 3 സാധനങ്ങളാണ്. ദൈവം കൊടുത്ത 10 കൽപ്പന, അഹരോന്റെ തളിർത്ത വടി, മന്നയിട്ട് വെച്ച പാത്രം മന്നയുമായിട്ട് അതിനകത്തുണ്ട്. ഇതിന്റെ പുറത്താണ് ഈ കൃപാസനം, ഈ മേഴ്സി സീറ്റ്. അതിന്റെ മേഴ്സി സീറ്റിന്റെ 2 അറ്റത്തും 2 കെരൂബുകളാണ്. ആ കെരൂബുകൾ കുനിഞ്ഞു നോക്കിയാണ്. അവയെ അങ്ങനെ ഉണ്ടാക്കാൻ ദൈവം കൽപ്പിച്ചു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ കെരൂബുകൾ ദൈവത്തിന്റെ ഗാർഡിയൻ ഏഞ്ചൽസ് ആണ്. അവ കുനിഞ്ഞു നോക്കുമ്പോൾ 10 കൽപ്പന കൊടുത്തു. ആ 10 കൽപ്പനയും മനുഷ്യൻ ലംഘിച്ചു. ആ ദൈവകൽപ്പന ലംഘിച്ച മനുഷ്യൻ മരിക്കണം. 2, അഹരോന്റെ വടി എന്തിനാ തളിർത്തത്? അഹരോനെ അല്ല, ഞങ്ങളും നേതാക്കന്മാരാണ് എന്ന് പറഞ്ഞ് ദൈവം കൊടുത്ത നേതൃത്വത്തിനെ മറുതലിച്ചപ്പോൾ ദൈവം അഹരോനെ തെരഞ്ഞെടുത്തു എന്ന് കാണിക്കുകയാണ് ആ തളിർത്ത വടി. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, മാൻ റിജക്റ്റഡ് ദ ലീഡർഷിപ്പ് ഓഫ് ഗോഡ്. ദൈവം കൊടുത്ത നേതൃത്വത്തെ മനുഷ്യൻ തിരസ്കരിക്കുന്നു. 3,
ദൈവം സ്വർഗത്തിൽ നിന്ന് ഭക്ഷണം അവർക്ക് കൊടുത്തു, മന്ന. അവരെന്നാ പറഞ്ഞത്? ഈ നിസ്സാരാഹാരം. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ദൈവം കൊടുത്ത ന്യായപ്രമാണം ലംഘിച്ചു, ദൈവം കൊടുത്ത നേതൃത്വം ലംഘിച്ചു, ദൈവം കൊടുത്ത ആഹാരത്തെ നിസ്സാരമാക്കി. ഈ കെരൂബുകൾ കുനിഞ്ഞു നോക്കിയാണ് അവ ഒന്നിനോടൊന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? മനുഷ്യൻ മരിക്കണം, മരിക്കണം, മരിക്കണം. ദൈവം എന്ത് ചെയ്തു? തനി തങ്കം കൊണ്ടൊരു അടപ്പങ്ങുണ്ടാക്കി. ആ അടപ്പ് കൊണ്ട് ഈ വസ്തുതകൾ മൂടുകയാണ്. എന്നിട്ട് വർഷത്തിലൊരിക്കൽ, ആണ്ടിലൊരിക്കൽ മഹാപാപ പരിഹാര ദിവസം അവരുടെ പാപത്തിനു വേണ്ടി അറുക്കപ്പെടുന്ന മൃഗത്തിന്റെ ചോര കൊണ്ടുവന്ന് ഈ കൃപാസനത്തിന്റെ മുകളിലോട്ട് തളിക്കുകയാണ്. എന്തൊരു പഠനമാണെന്ന് നോക്കി, എന്തൊരു പഠനമാണ്. ഞാൻ ഇങ്ങനെ പറയട്ടെ, അത് കൃപാസനമല്ലായിരുന്നു, അത് ന്യായാസനമായിരുന്നു. ദൈവം പറയുകയാണ് മനുഷ്യൻ ശിക്ഷിക്കണം, കെരൂബുകൾ പറയുകയാണ് മനുഷ്യൻ ശിക്ഷിക്കണം, ശിക്ഷിക്കപ്പെടണം. എന്നാൽ നമ്മൾ ഓർക്കണം, ശിക്ഷിക്കപ്പെടണം, പക്ഷേ മനുഷ്യന് പകരമായി ഇവിടെ അറക്കപ്പെട്ട മൃഗത്തിന്റെ ചോര തളിച്ചു. ആ ചോര പാപത്തെ കഴുകി. ആ ദൈവത്തിന്റെ കൺമുമ്പിൽ അതെല്ലാം കൃപാസനം കൊണ്ട് മൂടിവെച്ചു. എൻ്റെ സഹോദരന്മാരെ, ഇതല്ലേ തിരുവചനത്തിൽ റോമാലേഖനം 3:25 വായിക്കുന്നു, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ കവർ ചെയ്ത് കളയുകയാണ്. എന്തൊരു പഠനമാണെന്ന് നോക്കാട്ടെ. പ്രായശ്ചിത്ത ദ്രവ്യം, പാപത്തെ മറയ്ക്കുന്ന, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. പ്രിയപ്പെട്ട നിങ്ങളോട് ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മൾ പഠിക്കുകയാണെങ്കിൽ വളരെ രസകരമായ ഒരു പഠനം ഇതോടുള്ള ബന്ധത്തിലുണ്ട്. എന്താണെന്നറിയാമോ? പഴയ നിയമത്തിലെ നമ്മൾ അറ്റോൺമെന്റ് എന്നുള്ള വേർഡ് കാണുന്നുള്ളൂ, പ്രായശ്ചിത്തം. പുതിയ നിയമത്തിൽ ആ വാക്കില്ല. എന്നാൽ റോമാലേഖനം 3-ാം അധ്യായത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവന്റെ രക്തം മൂലം പ്രായശ്ചിത്തം, ആ പ്രായശ്ചിത്തം എന്നുള്ള വാക്ക് അങ്ങനെ ഭാഷാന്തരം ചെയ്യേണ്ടതല്ല, അവിടെ കൃപാസനം എന്ന് പറയേണ്ട വാക്കാണ്. പുതിയ നിയമത്തിൽ കവർ ചെയ്യുകയല്ല. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് എന്തിനാണ്? പാപത്തെ ചുമന്നൊഴിക്കാനാണ്. നമ്മുടെ പാപങ്ങൾക്ക് താൽക്കാലികമായ ഒരു കവറിങ് അല്ല, നമ്മുടെ പാപങ്ങളെ ഉദയമസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ അവൻ അകറ്റി. നമ്മുടെ പാപങ്ങളെ അവൻ ചുമന്നൊഴിച്ചു. പുതിയ നിയമത്തിൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർക്കുക. എന്നാൽ ഇവിടെ പഴയ നിയമത്തിൽ ഈ പഠനം, ഈ അരശേക്കൽ വെള്ളി കൊടുത്തത് വീണ്ടെടുപ്പ് വിലയാണ്. അത് അവർ മരിക്കാതെ, നമ്മൾ ഓർത്തതുപോലെ ബാധ വന്ന് മരിക്കാതിരിപ്പാൻ. നമുക്കറിയാം, പഴയ കാലത്തൊക്കെ ജീവിതത്തിന് വില പറഞ്ഞത് വെള്ളിയില്ല. ജോസഫിനെ വിറ്റത് 20 വെള്ളി കാശിന്, കർത്താവിനെ ഒറ്റിക്കൊടുത്തത് 30 വെള്ളി കാശിന്. മറുവിലയായി കൊടുക്കുന്നത് ഈ വെള്ളിയാണ്. ഇനി നമുക്ക് നോക്കാം, ജനത്തിന്റെ എണ്ണം എടുത്തു. ഏതാണ്ട് 6,35,550 പേരുടെ എണ്ണി, 20 വയസ്സിന് മുകളിലോട്ട് 6,35,550 പേര്. പുറപ്പാട് 30:15 വാക്യം നോക്കിയാട്ടെ. നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ നിങ്ങൾ യഹോവയ്ക്ക് വഴിപാട് കൊടുക്കുവാൻ ധനവാൻ അരശേക്കലിൽ അധികം കൊടുക്കരുത്, ദരിദ്രൻ കുറച്ചും കൊടുക്കരുത്. അപ്പൊ അരശേക്കൽ വെച്ചാ കൊടുത്തത്. അപ്പൊ 6,35,550 പേർക്ക് അരശേക്കൽ വെച്ച് കൊടുത്തപ്പോൾ അത് ഏതാണ്ട് 3,17,500 പകുതിയാണല്ലോ. പകുതി വെച്ച് കൂട്ടുമ്പോൾ അതിന്റെ പകുതി, അത്രയും നമ്മൾ കണ്ടതുപോലെ ശേക്കൽ വെള്ളി കിട്ടി. ഇത് സമാഗമന കൂടാരത്തിന് ശുശ്രൂഷയ്ക്ക് കൊടുക്കുവാൻ 16-ാം വാക്യത്തിലുണ്ട്. ഇത് നീ ഇസ്രായേൽ മക്കളോട് വാങ്ങി കൂടാരത്തിന്റെ ശുശ്രൂഷയ്ക്ക് കൊടുക്കണം. ഇനി നമുക്ക് നോക്കാം, എത്ര വെള്ളി ചുവടുണ്ട്. ഒരു ചുവടിന് 38-27 വാക്യം നോക്കി. 38-ാം അധ്യായം, 38-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം, 27. വിശുദ്ധ മന്ദിരത്തിലെ ചുവടുകളുടെ മറശ്ശീലയിലെ ചുവടുകൾക്ക് വാക്കുന്നതിന് ഒരു ചുവടിന് 1 താലന്ത് വീതം, 100 ചുവടിന് 100 താലന്ത് വെള്ളി.
ഒരു ചുവടിന് 1 താലന്ത് വെള്ളിയാണ്. 1 താലന്ത്. അപ്പം 100 ചുവടുകളുണ്ട്. അതായത് 20 ഒരു വശത്ത് 20 പലക, മറുഭാഗത്ത് 20 പലക, പുറകില് 6ഉം 2ഉം 48 പലക വേണം സമാഗമന കൂടാരം ഉണ്ടാക്കാൻ. ഇത് കൂടാതെ ഇങ്ങനെ കുറുകയും നെടുകയും ഉള്ളത് എണ്ണുമ്പോൾ 48 പലക വേണം. ഈ 48 പലകൾ കൂടാതെ ഈ തിരശ്ശീല വേർതിരിക്കാൻ 4 എണ്ണം വേണം. അതും 4 വെള്ളിച്ചൂട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഏതാണ്ട് 96ഉം 20ഉം 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 40, 40ഉം 6ഉം 46, 47, 48 മൂലപ്പലക വരും. 48. അപ്പം 48ഉം പിന്നീട് ഇവിടെ 4 എണ്ണം കൂടെ വരും. അപ്പം ഒരു പലകയ്ക്ക് 2 വെള്ളിച്ചൂടാണ്. അങ്ങനെയാകുമ്പോൾ ഏതാണ്ട് 100 ചുവടുകൾ വേണ്ടി വരും. ഒരു ചുവടിന് നമ്മൾ കണ്ടു ഏതാണ്ട് ഒരു ചുവടിന് 1 താലന്ത് വെള്ളിയാണ്. അപ്പം 100 ചുവടിന് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഏതാണ്ട് 12,500 പൗണ്ട്സ്, 12,500 പൗണ്ട് വരും ഈ വെള്ളിയുടെ വെയിറ്റ്. അത് കിലോഗ്രാം ആക്കാൻ ഡിവൈഡഡ് ബൈ 2.2, അത് ഏതാണ്ട് 5,681.82 കിലോഗ്രാം. അപ്പോൾ സമാഗമന കൂടാരത്തിന്റെ ഈ പലകളും അതുപോലെ നിൽക്കുന്ന ഈ വെള്ളിയുടെ വെയിറ്റ് എത്രയാണ്? 5,681 കിലോഗ്രാം. ചുരുക്കി പറഞ്ഞാൽ 5.6 ടണ്ണ്. ഒരു നിമിഷം ഒന്ന് ആലോചിച്ചേ. സമാഗമന കൂടാരം മരുഭൂമിയിൽ ആ കാറ്റടിക്കുന്ന സ്ഥലത്ത് ചലനാത്മകമായി നിൽക്കുന്നത് നമ്മൾ ഓർക്കണം. ഏതാണ്ട് 5.5 ടണ്ണിലധികമുണ്ട് ഇതിന്റെ വെള്ളി ചൂടിന്റെ വെയിറ്റ്. 5.5 ടണ്ണിൽ കൂടുതൽ, 5.6 ടണ്ണുണ്ട്. 5,681 ടണ്ണാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ആ വെള്ളി ചുവട്ടിലാണ് ഈ പലകൾ ഉറപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഓർക്കണം, ആ വെള്ളി വീണ്ടെടുപ്പിനെ പഠിപ്പിക്കുന്ന 1/2 ശേക്കൽ വെള്ളി വീണ്ടെടുപ്പ് വിലയായി കൊടുക്കുകയാണ്. ഇത് മനോഹരമായ ഒരു ചിത്രമാണ്. നമ്മൾ പുതിയ നിയമത്തിൽ ഇതിന്റെ ഒരു റെഫറൻസ് ഉണ്ട്. ഞാൻ അതൊന്ന് എടുത്തോട്ടെ. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം എടുത്താട്ടെ. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം. അത് ഈ സംഭവം ഇതാണ് എന്നുള്ളത് പലരും മനസ്സിലാക്കിയിട്ടില്ല. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 24 തൊട്ടുള്ള വാക്യം. അവൻ കഫർനഹൂമിൽ എത്തിയാറെ ദ്രവ്യപ്പണം വാങ്ങുന്നവർ പത്രോസിന്റെ അടുക്കൽ വന്നു. നിങ്ങളുടെ ഗുരു ദ്രവ്യപ്പണം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചതിന് ഊവെന്ന് അവൻ പറഞ്ഞു. അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു അവനോട്, ശിമോനെ, നിനക്ക് എന്തു തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു, പുത്രന്മാരോടോ അന്യരോടോ എന്ന് മുന്നിട്ട് ചോദിച്ചതിന് അന്യരോടെന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ലോ. എങ്കിലും നാം അവർക്ക് ഇടച്ചു വരുത്താതിരിക്കേണ്ടതിന് നീ കടലിൽ ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കാം. അതിൻ്റെ വായ് തുറക്കുമ്പോൾ 1 ചതുദ്രഹ്മപ്പണം കാണും. അതെടുത്ത് എനിക്ക് നിനക്കും വേണ്ടി കൊടുക്ക എന്ന് പറഞ്ഞു. ഇവിടെ മനോഹരമായ ചില പഠനമുണ്ട്. ആദ്യം നമ്മൾ മനസ്സിലാക്കണം, ഈ ദ്രഹ്മപ്പണം എന്ന് പറയുന്നത് ഈ 1/2 ശേക്കൽ വെള്ളിയിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. നാളുകൾ കഴിഞ്ഞു, യേശുക്രിസ്തുവിന്റെ കാലമായി. യേശുക്രിസ്തുവിന്റെ കാലമായപ്പോൾ ദേവാലയത്തിന്റെ ശുശ്രൂഷകൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, മെയിൻറ്റെയിൻ ചെയ്യുവാൻ എല്ലാ വർഷവും ഇതുപോലെ 1/2 ശേക്കൽ വെള്ളി അവർ കൊടുക്കണം. 1/2 ശേക്കൽ, 1/2 ശേക്കൽ സിൽവർ കൊടുക്കണം. അതിൻ്റെ പേരാണ് ദ്രഹ്മപ്പണം. ഇത് രാഷ്ട്രത്തിന്റെ ടാക്സ് അല്ല, ടെമ്പിൾ ടാക്സ് എന്ന്. നമ്മൾ ദ്രഹ്മപ്പണത്തിന് ഇംഗ്ലീഷിൽ വായിച്ചാൽ അതിന് ടെമ്പിൾ ടാക്സ് എന്നാണ്. ക്ഷേത്രത്തിന്റെ, യഹൂദന്റെ ക്ഷേത്രത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ 1/2 ശേക്കൽ വെള്ളി വെച്ച് കൊടുക്കാനായിട്ട് അവർക്ക് ടാക്സ് ഉണ്ട്. ആ ടാക്സ് അവരുടെ മത നേതാക്കന്മാർ ചുമത്തിയിട്ടുള്ളതാണ്. അത് നമ്മളിപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന 1/2 ശേക്കൽ വീണ്ടെടുപ്പ് വെള്ളിയിൽ നിന്ന് ഉത്ഭവിച്ച ഒരു സംഭവമാണ്. പത്രോസിന്റെ അടുക്കൽ വന്ന് ഇത് പിരിക്കുന്നവർ ചോദിച്ചു, ഗുരു കൊടുക്കുന്നില്ലയോ? കൊടുക്കുന്നെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞ തന്നെ, പുത്രന്മാർ ഒഴിവുള്ളവരാ.
കാരണം അവന്റെ പിതാവിൻ്റെതാണ് ആ ഭവനം. എൻ്റെ പിതാവിൻ്റെ ഭവനം നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കിയെന്ന് കർത്താവ് പറഞ്ഞു. പിതാവിൻ്റെ ഭവനമാണ്. പക്ഷേ ജനത്തിന് ഇടർച്ച വരുത്താതിരിപ്പാൻ പത്രോസിനോട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അവരുടെ കയ്യിൽ ആ പണമില്ല. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, നീ ഗലീല കടലിൽ ചെന്ന് ചൂണ്ടലിടണം. ആദ്യം കിട്ടുന്ന മീൻ്റെ വായ് തുറക്കുമ്പോൾ ഒരു ദ്രഹ്മപ്പണം കാണും. ഞാൻ അവിടെ ഒരു കാര്യം പ്രത്യേകം ഓർപ്പിക്കട്ടെ. ഈ ഗലീല കടലിൽ ഞാൻ പോയപ്പോൾ അവിടെ എനിക്ക് മനസ്സിലാക്കാൻ പല കാര്യങ്ങൾ സാധിച്ചതിൽ ഒരു പ്രത്യേക കാര്യം ഞാൻ പറയട്ടെ. ഈ ഗലീല കടലിൽ 40 അതിലധികമോ വെറൈറ്റി ഓഫ് ഫിഷസ് ഉണ്ട്. ഗലീല കടല് ശുദ്ധജലമാണ്, ശുദ്ധജല തടാകമാണ്. അതിനകത്ത് 40 അതിലധികമോ വെറൈറ്റി ഫിഷസ് ഉണ്ട്. അതില് മുഷറ്റ്, MUSHT, മുഷറ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇനം മീനുണ്ട്. അതിന് സാധാരണ പറയുന്ന പേര് പീറ്റേഴ്സ് ഫിഷ് എന്ന, പത്രോസിന്റെ മീനെന്ന. ഇസ്രയേൽ സന്ദർശിക്കുമ്പോൾ ഈ ഗലീല തടാകത്തിന്റെ തീരത്ത് ഒരുപാട് ഹോട്ടലുകളുണ്ട്. ഈ ഹോട്ടലുകളിൽ കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭക്ഷണം പീറ്റേഴ്സ് ഫിഷ്. ഞങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് പല പ്രാവശ്യം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ തിലോപ്പിയ, വലിയ തിലോപ്പിയയുടെ ഒരു ലക്ഷണമാണ്. തിലോപ്പിയ തന്നെ ആണോ എന്ന് എനിക്ക് ഡൗട്ട്, അതുപോലെ ഇരിക്കും. എന്നാൽ അതിന് മുസ്ഹറ്റ്, MUSHT എന്ന് പറയുന്ന ഒരു പ്രത്യേക മീനാണ്. അത് പീറ്റേഴ്സ് ഫിഷ് എന്നാണ് ആ മീനെ പറയുന്നത്. ഇനി ഞാൻ ചില കാര്യങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുക. ആ മീൻ്റെ വർഗത്തിൽപ്പെട്ട മീനിൻ്റെ ആണ് വർഗം അതിൻ്റെ വായിൽ എപ്പോഴും എന്തെങ്കിലും കൊണ്ടു നടക്കും. വായിൽ എന്തെങ്കിലും കൊണ്ടു നടക്കും. അത് അതിൻ്റെ കുഞ്ഞുങ്ങളെ, അപകടം വരുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ മുഴുവൻ വായിക്കകത്താൻ കയറ്റും. വായ എന്നിട്ട് അടച്ചു പിടിക്കും. ഈ അപകടം കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങളെ തുറന്നു കൊടുക്കും. അത് ഈ ആൺ മത്സ്യമാണ് അത് ചെയ്യുന്നത്, ഈ പീറ്റേഴ്സ് ഫിഷ് അല്ലെങ്കിൽ മുഷട്ട് എന്ന് പറയുന്ന മീൻ. അങ്ങനെ കുഞ്ഞുങ്ങളെ വായിൽ കൊണ്ടു നടക്കാതിരിക്കുന്ന സമയത്ത് ചിലപ്പം ചില കല്ലും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ അത് വായി കൊണ്ടു കിടക്കും. ഈ മീനിന്റെ പ്രത്യേകതയാണ്. അങ്ങനെയുള്ളൊരു മീനെയാണ് പത്രോസ് പിടിച്ചത്. കർത്താവ് പറഞ്ഞു, ആദ്യം കിട്ടുന്ന മീനെ പിടിക്കാൻ പറഞ്ഞു. അവന്റെ കയ്യിൽ കിട്ടിയത്, ചൂണ്ടയിൽ കൊളുത്തിയത് മുഷട്ട് എന്ന് പറയുന്ന മീനാണ്. ആ മീനിന്റെ വാ തുറന്നപ്പോൾ അത്ഭുതം, ഒരു സിൽവർ കോയിൻ അതിന്റെ വായിക്കകത്തുണ്ട്. നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പത്രോസിനും കർത്താവിനും വേണ്ടി കൊടുക്കാൻ 1/2 ശേക്കൽ വെച്ച് കൊടുക്കുമ്പോൾ ഒരു 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 സിൽവർ കോയിൻ ആവും. എന്നിട്ട് കർത്താവ് പറഞ്ഞ വാക്കന്ന, എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക. ആ വാക്ക് നോക്കിയാട്ടെ, ഒരു ചതുദ്രഹ്മ പണം അത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കാന്ന് പറയും. ഇവിടെ പല അത്ഭുതങ്ങൾ നടന്നു. ആ മീൻ തന്നെ 40-ലധികം വെറൈറ്റി ഉള്ള, ആ ഗലീല കടലിൽ വെറൈറ്റി ഉള്ള മീനുകൾ ഉള്ളപ്പോൾ ഈ മുഷറ്റ് എന്ന് പറയുന്ന മീൻ തന്നെ കൊത്തി, ആ കൊത്തിയ മീനിന്റെ വായിക്കകത്ത് കർത്താവ് പറഞ്ഞ പോലെ ഒരു വെള്ളി അല്ലെങ്കിൽ 1 സിൽവർ കോയിൻ, അത് 1/2 ശേക്കൽ വെച്ച് മതി കർത്താവിനും പത്രോസിനും. എനിക്ക് നിനക്കും വേണ്ടി ഒന്നായി കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു. അത് ഇതിൽ നിന്ന് ഉടലെടുത്ത ഒരു 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 രീതിയാണ് ഈ ദേവാലയം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഇങ്ങനെ ഈ മീനെ പ്രത്യേക ഈ ചതുദ്രഹ്മ പണം അല്ലെങ്കിൽ ടെമ്പിൾ ടാക്സ് എന്ന് പറയുന്ന 1/2 ശേക്കൽ കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായി. ഇവിടെ കർത്താവ് പറയുമ്പോൾ എനിക്കും നിനക്കും വേണ്ടി, നമ്മളും അവനുമായിട്ടുള്ള ബന്ധത്തിന്റെ മഹത്വം, എനിക്കും നിനക്കും വേണ്ടി. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, എനിക്ക് നിനക്കും വേണ്ടി അത് കൊടുക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. നമ്മൾ ഈ വെള്ളിയെക്കുറിച്ചാണ് ഇത്രയും നേരവും പഠിച്ചത്. ഞാൻ ഓർപ്പിച്ചു, നമ്മൾ ഇനി സമാഗമന കൂടാരം നോക്കിയാൽ അതിൻ്റെ ചിത്രമൊന്ന് കാണിച്ചേ, സമാഗമന കൂടാരത്തിന്റെ ചിത്രം. ആ ചിത്രം നിങ്ങൾ നോക്കുമ്പോൾ ഒരു പ്രാകാരത്തിൽ ഒരാൾ വന്ന് നിൽക്കുക. ഈ പ്രാകാരത്തിൽ വന്ന് നിന്നാൽ എങ്ങോട്ട് നോക്കിയാലും അതിൻ്റെ ചുവട് താമ്രം അല്ലെങ്കിൽ അത് ചെമ്പ് കൊണ്ടുള്ളതാണ്, താമ്രമാണ്, ബ്രാസാണ്. ഇവിടെ കാണുന്ന ഈ കുറ്റികളൊക്കെ നിൽക്കുന്നത് ബ്രാസൻ ഇതിലാണ്. മാത്രമല്ല സമാന കൂടാരത്തിന്റെ വാതിൽ ഉണ്ടല്ലോ, അവിടെ 5 തൂണുകളുണ്ട്. ഈ 5 തൂണുകൾ നിൽക്കുന്നതും ബ്രാസ് കൊണ്ടുള്ള ചോട്ടിലാണ്. ദൈവം പറഞ്ഞത് നോക്കിയാട്ടെ. എന്നാൽ അകത്ത് കയറുമ്പോൾ അതിവിശുദ്ധ സ്ഥലത്തിൽ 4 തൂണുകൾ ഉള്ളത് അത് വെള്ളിച്ചോട്ടിലാണ്. ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കണേ. ഈ പുറത്ത് പ്രാകാരത്തിൽ നിന്ന് നോക്കിയാൽ എല്ലാം ബ്രാസിന്റെ ചോട്ടിലാണ്. എന്നാൽ അകത്ത് കയറിയാൽ എല്ലാം വെള്ളിയുടെ ചോട്ടിലാണ്.
എല്ലാം വെള്ളിയുടെ ചൂട്ടിലാണ്. നമ്മൾ അത് കാണുന്നു, മനോഹരമായി അത് കാണുന്നു. ഈ പലകളെക്കുറിച്ച് നമുക്കൊരു പഠനമുണ്ട്. പക്ഷേ ഞാനിപ്പോൾ എടുക്കാൻ തുടങ്ങിയാൽ അത് തീരത്തില്ല. ഈ പലകൾ നമ്മളത് പഠിക്കാൻ പോവുകയാണ്. ഈ പലകള് നമ്മൾ പ്രത്യേകം ഓർക്കണം. അതിൻ്റെ നീളം ഞാൻ ഉറപ്പിച്ചു ഏതാണ്ട് 10 ക്യൂബിറ്റ്, 10 മുഴം ഹൈറ്റാണ് ഈ പലകൾക്ക്. നമ്മൾ മുമ്പേ കണ്ട പലകയ്ക്ക് 10 മുഴം ഉയരമാണ്. ഒരു മുഴം 1.5 അടിയോളം വരും. അപ്പോൾ ഏതാണ്ട് 15 അടി കളരമാണ്. യെസ്, ഈ പടമാണ് ഞാൻ നോക്കിയത് മുഴുവൻ. നോക്കിയ ഇവിടെ നമ്മൾ വ്യക്തമായിട്ട് അത് കാണുന്നു. ഈ ഓരോ പലകയും നമ്മൾ കണ്ടു 10 ക്യൂബിറ്റ് ഹൈറ്റ്, 1.5 ക്യൂബിറ്റ് വീതി. 1.5 ക്യൂബിറ്റ് വീതി. അതിന്റെ ഘനമെന്ന് പറയുന്നത് 1/2 ക്യൂബിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ഓരോ പലകയും ഖദിരമരം കൊണ്ടുള്ളതാണ്. ആ ഖദിരമരം ചെത്തിയെടുത്ത് വൃത്തിയാക്കിയിട്ട് അത് തങ്കം പൊതിയുകയാണ്. ആ തങ്കം പൊതിഞ്ഞ ഈ പലകള് നിൽക്കുന്നത് നോക്കുക, വെള്ളിച്ചൂട്ടില. 2 വെള്ളിച്ചൂടാണ് ഒരു പലകയ്ക്ക്. ഈ പലകയുടെ അടിയിൽ നോക്കിയ 2 കൈ പോലെ നീണ്ടു നിൽപ്പുണ്ട്. ഇത് കുഴിക്കകത്തോട്ട് ഇറക്കുകയാണ്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നോക്കുക, അത് അടുക്കി വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു പ്രകാശം പോലും അകത്തോട്ട് കടക്കാതെ അത് വളരെ അടുത്തടുത്ത് നിൽക്കുകയാണ്, കൃത്യമായി നിൽക്കുകയാണ്. ആ ചിത്രം അവിടെ നിൽക്കട്ടെ. ഇത് നമ്മളൊരു കാര്യം മനസ്സിലാക്കി തരുന്നു. ഈ പലകൾ ഉണ്ടല്ലോ, ആ പലകളെ കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾ ഒരു വാക്ക് പ്രത്യേകം ഞാൻ പറഞ്ഞോട്ടെ. അതിന്റെ 26-ാം അധ്യായം എടുത്താട്ടെ, പുറപ്പാടിന്റെ. പുറപ്പാട് പുസ്തകം 26-ാം അധ്യായത്തിന്റെ 15 തൊട്ടുള്ള വാക്യം. തിരുനിവാസത്തിന് ഖദിരമരം കൊണ്ട് നിവരെ നിൽക്കുന്ന പലകകളും ഉണ്ടാക്കണം. ഓരോ പലകയ്ക്ക് 10 മുഴം നീളവും 1.5 മുഴം വീതി ഉണ്ടായിരിക്കണം. ഓരോ പലകയ്ക്ക് ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്ന 2 കുടുമയുണ്ടായിരിക്കണം. എന്നെ പ്രിയപ്പെട്ടവരെ, ഇനിയും ഇവിടെ പഠനം അങ്ങോട്ട് തുടങ്ങുകയാണ്. നമ്മൾ അല്പമൊക്കെ നമുക്ക് ചിന്തിക്കാം. ഈ പലകള് നേരെ നിൽക്കണം. ഒരിക്കലും ആ പലകയ്ക്ക് നേരെ നിൽക്കാൻ കഴിയില്ല. ആ പലകളെ നേരെ നിർത്തുന്നത് വെള്ളി ചുവടാണ്. നമ്മൾ കണ്ടു, ആ വെള്ളി ദൈവത്തിന് നിവാസമായി പണിയാൻ വേണ്ടി വേർതിരിച്ചെടുത്ത വിശുദ്ധന്മാർ നിൽക്കുന്ന വീണ്ടെടുപ്പിനെ കാണിക്കുകയാണ്. വീണ്ടെടുപ്പ് വിലയാണ്. ആ വീണ്ടെടുപ്പിൽ നിൽക്കുന്ന സഹോദരന്മാർ തോളോട് തോള് ചേർന്ന് നിന്ന് ഒരു പ്രകാശവും ആ പലകളുടെ ഇടയിലൂടെ കടക്കാതെ വണ്ണം അത്ര അടുത്ത് നിൽക്കുമ്പോഴാണ് ഇത് ദൈവത്തിന്റെ നിവാസമായി തീരുന്നത് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഇനി നമ്മൾ ഇവിടെ പ്രത്യേകം പഠിക്കണം. ഈ പലകള് ഖദിരമരമാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട് 15-ാം വാക്യം, 26-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. ഖദിരമരം കൊണ്ട് നിവരെ നിൽക്കുന്ന പലകൾ ഉണ്ടാക്കണം. നോക്കുക, ഖദിരമരം സീനായി ഡെസേർട്ടിൽ ധാരാളം കാണാൻ കഴിയുന്ന ഒരു മരമാണ് ഈ ഖദിരമരങ്ങൾ. ഖദിരമരത്തിന്റെ ചിത്രം നമ്മൾ നോക്കിയാൽ അറിയാം. മരുഭൂമിയിൽ ധാരാളമായി കാണുന്ന മരങ്ങളാണ് ഈ ഖദിരമരങ്ങൾ. അത് നമ്മൾ ചിന്തിക്കുന്ന പോലെ നേരെ നിൽക്കുന്ന തേക്ക് പോലൊക്കെ നേരെ നിൽക്കുന്ന തടികളൊന്നും അല്ല. അത് വളഞ്ഞും പൊളഞ്ഞും ഒക്കെ നിൽക്കുന്ന പലകളാണ്, വൃക്ഷങ്ങളാണ്. അത് വെട്ടിയിടണം. അത് വെട്ടിയിട്ടിട്ട് ഇസ്രായേൽ മക്കൾ അതിൽ നിന്ന് പലകൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് അതിന് പൊളവുണ്ട്, അതിന് നോട്ട്സ് ഉണ്ട്. ഈ നോട്ട്സ് ഒക്കെ ചെത്തി വെടിപ്പാക്കി ഇതിനകത്ത് വെള്ളം നിറഞ്ഞു നിൽപ്പുണ്ട്. വെയിലത്തിട്ട് അത് ഉണങ്ങി അതിൻ്റെ ആ നോട്ടും ഹാർഡ്നെസ് ഒക്കെ കളഞ്ഞ് അതിനെ പലകളാക്കി ചെത്തിയെടുത്തിട്ട് അതിൻ്റെ ഓരോ പലയ്ക്ക് അടിയിലും 2, നമ്മളൊന്ന് വായിച്ചേ 17-ാം വാക്യം. ഓരോ പലയ്ക്ക് ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുന്ന 2 കുടുമ. 2 കുടുമകൾ. 2 കുടുമ എന്ന് പറഞ്ഞാൽ 2 ടെനോൺസ്. ഈ പലകയുടെ അടിയിൽ നമ്മൾ കാണുന്നു 2 ടെനോൺസ്. അത് ഈ വെള്ളി ചൂട്ടില് നോക്കുക, 2 കിഴുത്തുകളുണ്ട്. ഒരെണ്ണത്തിനകത്ത് 1 കിഴുത്തയാ, 2 എണ്ണം ഉപയോഗിക്കുന്നത്. അത് അതിനകത്തോട്ട് ഇറക്കി വെക്കുകയാണ്. ഇനി നിന്നാണ്
അതിൻ്റെ അതിൻ്റെ എത്ര എണ്ണം വേണമെന്നൊക്കെ ഇപ്പോൾ എടുക്കുന്നില്ല. എന്നാൽ നമ്മളിവിടെ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും ഈ പലകളെ ഒന്നിപ്പിച്ച് നിർത്താൻ 26 തൊട്ടുള്ള നോക്കി 26 ഖദരമരം കൊണ്ട് അന്താഴങ്ങൾ ഉണ്ടാക്കണം. അന്താഴം എന്ന് പറഞ്ഞാൽ ബാറുകൾ. നോക്കുക, ഇവിടെ കാണുന്നില്ലേ ഒരു ബാറുകൾ ഉണ്ടാക്കണം. ഒരു ഭാഗത്ത് പലകയ്ക്ക് 5 അന്താഴം, തിരുനിവാസത്തിന് മറുഭാഗത്ത് 5 അന്താഴം, തിരുനിവാസന്റെ പടിഞ്ഞാറേ ഭാഗത്ത് പിൻഭാഗത്ത് പലകയ്ക്ക് 5 അന്താഴം. നടുവിലത്തെ അന്താഴം പലകയുടെ നടുവിൽ ഒരു അറ്റത്തുകൂടെ മറ്റേ അറ്റം വരെ പോകണം. ഞാൻ പറയട്ടെ, 5 അന്താഴം എന്ന് പറയുമ്പോൾ 5 അന്താഴം എന്ന് പറയുമ്പോൾ റിങ്സ് പോലെ. നമ്മൾ പണ്ടത്തെ കടകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ യെസ്, നോക്കുക ഇവിടെ പടത്തിലുണ്ട്. നോക്കിയാൽ ഇത് അന്താഴമാ. ഇതിന്റെ ഓരോ പലകയ്ക്കും ഇങ്ങനെ നോക്കിയാൽ റിങ്സ് പോലെ കാണാൻ സാധിക്കും. 5 എണ്ണം വേണം. 5 റോഡുകൾ ഉണ്ടാക്കും. എന്നാൽ 4 റോഡേ പുറത്തുള്ളൂ. ഈ ചിത്രം കാണുന്നത് തെറ്റാണ്. 1, 2 എണ്ണം കാണിച്ചിട്ടുള്ളൂ. ഇനിയും 2 എണ്ണം കൂടെ വേണം. 4 എണ്ണം ഈ പുറത്തുണ്ട്. 4 എണ്ണം പുറത്തും 5ാമത്തേത് ഈ പലകയുടെ അകത്തൂടെ പോവുകയാണ്. ഈ പലകയ്ക്ക് അകത്തൊരു കിഴുത്തയുണ്ട്. അത് കാണാനൊക്കത്തില്ല. അതൊരറ്റത്തുനിന്ന് അത് അടിച്ചു കയറ്റി ഇത് അടുത്ത കിഴുത്തക്കകത്ത് കയറും. ഇങ്ങനെ പലകള് ഇങ്ങനെ അകത്തൂടെ പോകും. അതുപോലെ ഇവിടെ ഇവര് അടുപ്പിച്ച് കാണിച്ചിരിക്കുക 2 എണ്ണം വെച്ച്. നോക്കിയേ, 2 എണ്ണം വെച്ച്. അപ്പോൾ ആ ചിത്രം ഒന്ന് എടുത്തേ മൊത്തം. യെസ്, അതായത് ഇവർ കാണിച്ചിരിക്കുന്ന 4 എന്ന് പറയുന്നത് ശരിയാണ്. ഒരു റിങ്ങിലൂടെ 2 എണ്ണം, ഇതിനകത്തൂടെ 2 എണ്ണം. അങ്ങനെയല്ല. 1, 2, 3, 4 അങ്ങനെ 4 അന്താഴങ്ങള്, 4 വസ്തുതകളാണ്. ഈ ദണ്ടുകളാണ് അതിൻ്റെ പലകളെ അടുപ്പിച്ചു വെച്ചിട്ട് അതിനകത്തൂടെ പുറത്തൂടെ പോകുന്നത്. അതിൻ്റെ അകത്തൂടെ ഒരെണ്ണം പോകും. ഞാൻ ക്ലാസ്സിന്റെ സമയം തീരുന്നുകൊണ്ട് പറഞ്ഞു നിർത്തട്ടെ. നോക്കുക, പുതിയ നിയമ വിശുദ്ധന്മാരുടെ മനോഹരമായ ചിത്രമാണിത്. ഈ 4 റോഡുകള് ഈ 4 വളയത്തിന്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ ഇവരെ ഒന്നിച്ച് ഒരു കെട്ടിടം പോലെ ഒരു ശകലം പോലും പുറത്തുള്ള പ്രകാശം അകത്ത് കിടക്കാതെ അവയെ പിടിച്ചു നിർത്തുന്നത് എന്താണ്? ഈ പലകള് തങ്കം കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. അത് ക്രിസ്തുവിനെ കാണിക്കുകയാണ്. ക്രിസ്തുവിൽ എല്ലാവരും പൊതിയപ്പെട്ടിരിക്കുകയാണ്. ഒരു വളവും പുളവും ഒന്നും കാണാതെ ക്രിസ്തുവിൽ നമ്മൾ പൊതിയപ്പെട്ടു. എന്നിട്ട് നമ്മളെ ഈ വെള്ളിയിൽ വീണ്ടെടുപ്പിൽ നിർത്തിയിട്ട് നമ്മളെ തമ്മിൽ അടുപ്പിച്ച് നിർത്തിയിട്ട് ഒന്നാക്കി ആത്മാവിന്റെ ഐക്യതയിൽ നമ്മളെ നിർത്തിയിരിക്കുമ്പോൾ 4 കൂട്ടം കാര്യങ്ങളാണ് നമ്മളെ ഒന്നിപ്പിക്കുന്നത്. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം എടുത്താട്ടെ. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം. പുതിയ നിയമസഭയുടെ ആരംഭകാലം അവർ ഒന്നായിരുന്നു. നോക്കുക, അതിൻ്റെ 42-ാം വാക്യം നോക്കിയാട്ടെ. 2-ാം അധ്യായത്തിന്റെ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 42-ാം വാക്യം. അവർ ആരാണ്? അവര് അവന്റെ 41-ാം വാക്യം. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. 3000 പേര് രക്ഷിക്കപ്പെട്ടപ്പോൾ, സ്നാനപ്പെട്ടപ്പോൾ അവിടെയുള്ള സഭയോട് അവർ ചേരുകയാണ്. പിന്നീട് അവർ ചെയ്ത കാര്യങ്ങൾ എന്താ? 4 കൂട്ടം കാര്യമാണ്. 1, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. 2, കൂട്ടായ്മ ആചരിച്ചു. 3, അപ്പം നുറുക്കി. 4, പ്രാർത്ഥന കഴിച്ചു. 4 കൂട്ടം കാര്യങ്ങൾ അവർ ഒന്നിച്ച് ചെയ്തു. എൻ്റെ സഹോദരന്മാരെ, ആദ്യം ദൈവവചനം പഠിച്ച് അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിച്ച് ഒരേ വിശ്വാസത്തിൽ അവർ നിൽക്കുകയാണ്. വിശദമായി ഞാൻ എടുക്കാതെ പറഞ്ഞു പോട്ടെ. ഒരേ വിശ്വാസം. 2, അവര് ഉപദേശം കേട്ടെന്ന് മാത്രമല്ല, കൂട്ടായ്മ ആചരിച്ചു, ഫെലോഷിപ്പ്. അവർക്ക് അന്യോന്യമുള്ള കൂട്ടായ്മ, ഫെലോഷിപ്പ്. കൈത്താങ്ങൽ കൊടുത്തും അന്യോന്യം സഹകരിച്ചും ഒരപ്പന്റെ മക്കളെ പോലെ അവർ കഴിയാൻ തുടങ്ങി. കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കി. ആ അപ്പം എടുത്ത് നുറുക്കുമ്പോൾ പലരായി നാം ഒരു ശരീരമാണ്. ഒന്നായിരിക്കുന്നതിന്റെ പ്രതീകമായി കൂടെ അപ്പം അവർ നുറുക്കി. 4, അവർ ഒന്നിച്ചു പ്രാർത്ഥിച്ചു. ഈ 4 കൂട്ടം കാര്യങ്ങൾ അവരെ ഒന്നാക്കി മാറ്റി. മരിക്കുന്നത് വരെ അവർ ഒന്നായി നിന്നു. എന്നാൽ ഇതിന്റെ അകത്തുകൂടെ ഒരെണ്ണം പോകുന്നുണ്ട്. എല്ലാ പലകയിലും അകത്തുകൂടെ പോകുന്നുണ്ട്. അതെന്താണെന്നറിയാമോ? പലരും പലതും പറയുന്നുണ്ട്. പക്ഷെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, 1,
നമ്മളിൽ എല്ലാവരിലും കൂടെ വ്യാപരിക്കുന്ന ഒരേ ആത്മാവ്. കാണാൻ കഴിയുന്നില്ല, പക്ഷെ നമ്മുടെ ഉള്ളിലൂടെ എല്ലാം കടന്നുപോയിട്ടുണ്ട്. ആ ഒരു ദണ്ട് അതിനകത്തൂടെ റോഡ് എല്ലാ പലകയുടെ അകത്തൂടെ പോയിരിക്കുന്ന പോലെ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലൂടെ ഒരേ ആത്മാവ് കടന്നുപോയി. അപ്പൊ പുറത്ത് 4 കാര്യങ്ങൾ നമ്മളെ ഒന്നാക്കിയപ്പോൾ അകത്ത് പരിശുദ്ധാത്മാവ് കടന്നുപോയി. നോക്കുക, ഈ ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ, ആ നടുക്കൂടെ പോകുന്നത് ഓരോ പലകയിലും അത് കാണാൻ കഴിയത്തില്ല, പക്ഷേ നമ്മുടെ ഉള്ളിലൂടെ പോയിരിക്കുന്ന ഒരേ ആത്മാവ്, വൺ സ്പിരിറ്റ്. ഈ പലകൾ നമ്മുടെ ചിത്രമാണ്. മരുഭൂമിയിൽ നിന്ന് കരിഞ്ഞു പോകേണ്ട നമ്മളെ, വെയിൽ കൊണ്ട് മരുഭൂമിയിൽ നിന്ന് കരിഞ്ഞു പോകേണ്ട നമ്മളെ, നിത്യനരകത്തിന് വിധിക്കപ്പെട്ട നമ്മളെ മുറിച്ചെടുത്തു തൻ്റെ നിവാസത്തിന് വേണ്ടി. നമ്മളെ മുറിച്ചെടുത്തിട്ട് അതിൻ്റെ കേടുപാടുകളൊക്കെ ചെത്തിവെടിപ്പാക്കിയിട്ട് തനി തങ്കം കൊണ്ട് പൊതിഞ്ഞു. ക്രിസ്തുവിന്റെ നീതി കൊണ്ട്, ക്രിസ്തുവിനെ കൊണ്ട് എന്നെ പൊതിഞ്ഞു. എനിക്ക് നിവർന്നു നിൽപ്പാൻ വെള്ളിച്ചൂട്ടിൽ ആ 2 കാലുകൾ ഇറക്കി ആ വെള്ളിച്ചൂട്ടിൽ എന്നെ നിർത്തി, വീണ്ടെടുപ്പിൽ എന്നെ നിർത്തി. 4 കൂട്ടം കാര്യങ്ങൾ ഞങ്ങളെ ഒന്നാക്കി മാറ്റി. അപ്പോസ്തലന്മാരുടെ ഉപദേശം, കൂട്ടായ്മ, അപ്പം മുറിക്കല്, പ്രാർത്ഥന കഴിക്കുന്നത്, ഈ 4 കൂട്ടം കാര്യങ്ങൾ ഒന്നിച്ചു ചെയ്തപ്പോൾ ഞങ്ങൾ ഒന്നായി മാറി. ഞങ്ങൾ അറിയാതെ ഞങ്ങളുടെ ഉള്ളിലൂടെ കടന്നുപോയിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഒന്നാക്കി മാറ്റി. എത്ര മനോഹരമാണ്! തിരുവചനത്തിൽ വായിക്കുന്നു, ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യും. എഫേസ്യ ലേഖനം, ഞാൻ ആ വാക്യം കൂടെ വായിച്ചു നിർത്തിയേക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം. അത് ദീർഘമായ ഒരു പഠനത്തിന്റെ വിഷയമാണ്. എന്നാൽ ഒറ്റ വാക്യം ഞാൻ പറഞ്ഞു നിർത്തട്ടെ. അതിന്റെ 3-ാം വാക്യം, എഫേസ്യർ 4:3, ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യും. ആത്മാവിന്റെ ഐക്യത ഉണ്ടാക്കാൻ നമ്മോട് പറഞ്ഞില്ല. നമ്മളിൽ ദൈവം ഉണ്ടാക്കിയ ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ സൂക്ഷിക്കാൻ പറഞ്ഞതേ ഉള്ളൂ. ദൈവം അത് ഉണ്ടാക്കി, ആത്മസ്നാനത്താൽ നമ്മളെ ഒന്നാക്കി. നമ്മുടെ ഉള്ളിലെല്ലാം ഒരേ ആത്മാവ് കടന്നു വന്ന് നമ്മളെ ഒന്നാക്കി മാറ്റി. ഒരേ വീണ്ടെടുപ്പ്, ഒരേ കർത്താവ് നമ്മളെ ഒന്നാക്കി മാറ്റി. അത് ദൈവത്തിന്റെ പുതിയ നിയമസഭയുടെ മനോഹരമായ ചിത്രമാണ്. ഞാനിവിടെ നിർത്തുന്നു. തുടർന്ന് നമുക്കിത് പഠിക്കാം. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.